നാടിന്റെ മനസ്സറിഞ്ഞ് നാട്ടുകാരുടെ മനസ്സറിഞ്ഞ് 24-ന്റെ ഇലക്ഷൻ പ്രചാരണം തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ചേലക്കര മണ്ഡലത്തിലാണ്. ചേലക്കരയുടെ പൊതുവെയുള്ളൊരു ചരിത്രം നോക്കുകയാണെങ്കിൽ 1965 മുതൽ സംവരണ മണ്ഡലമാണ്. അന്ന് തൊട്ട് കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു. പക്ഷേ 1996-ൽ ഗതി മാറുന്നു. കെ രാധാകൃഷ്ണനിലൂടെ ഒരു ഇടത് കോട്ടയായി പിന്നീട് ചേലക്കര മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത്തവണയും ആരുടെ കൂടെ ആയിരിക്കും ചേലക്കര എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. സിറ്റിംഗ് MLAയിൽ എല്ലാവരും വലിയ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു മാറ്റം വേണമെന്ന് അഭിപ്രായപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. അതുപോലെ തന്നെ NDA ഏത് രീതിയിലായിരിക്കും സ്വാധീനം ചെലുത്തുക എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. സ്വാഗതം ചേലക്കരയിലേക്ക്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉറച്ച ഒരു CPIM കോട്ടയാണ് ചേലക്കര എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഇത്തവണയും LDF സ്ഥാനാർത്ഥിയായി UR പ്രദീപ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിലവിലെ MLA ആണ്. അതുകൊണ്ട് തന്നെ പലർക്കും അദ്ദേഹത്തെ വലിയ കാര്യമുള്ള ഒരു വ്യക്തി തന്നെയാണ്. വളരെ ജനസമ്മതിയുള്ള ഒരു നേതാവ് കൂടിയാണ്. നമ്മൾ ചേലക്കര നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ വലിയ മുന്നേറ്റം അത് LDFന് വലിയൊരു പ്രതീക്ഷ നൽകുന്ന കാഴ്ചകൾ കൂടി നമുക്ക് ചേലക്കരയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ വലിയ CPM കോട്ടയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൂടി വലിയ ഒരു ഘടകമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ UDFിലേക്ക് വന്നാൽ അവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. പക്ഷേ ഇത്തവണ UDFിൻ്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് അത് ചെറിയൊരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ തിരിച്ചടിയാകും എന്നുള്ള സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയിൽ NDA സ്ഥാനാർത്ഥിയുമുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സുരേഷ് ഗോപി MP-ക്ക് കിട്ടിയ വോട്ടൊക്കെ വലിയ തരത്തിൽ ഇവിടെ സ്വാധീനിക്കും എന്നൊക്കെ കരുതുന്നുണ്ട്. ഏതായാലും ഇവിടെ ഒരുപാട് പേര്, നമ്മളിപ്പോൾ ചേലക്കര ബസ് സ്റ്റാൻഡിലാണുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരോട് തന്നെ ചോദിക്കാം എന്തായിരിക്കും തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം. ചേട്ടാ, എവിടെയാണ്? ചേലക്കര മണ്ഡലം തന്നെയാണോ? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്? ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൂത്തിലേക്ക് പോകാൻ പോവാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷ? ചേലക്കര സംബന്ധിച്ച് ഇവിടെ UR പ്രദീപ് തന്നെ വിജയിക്കുമെന്നാണ് വിശ്വാസം. കാരണം മറ്റൊന്നല്ല, ജനകീയനാണ്. ജനങ്ങളുടെ ആവശ്യം ഏത് സമയത്ത് വിളിച്ചാലും ആൾ പ്രതികരിക്കും. തന്നെയുമല്ല, ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിലും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ റോഡുകളും എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രദീപ് എന്നാണ് വിശ്വാസം. തീർച്ചയായിട്ടും. അമ്മ, ചേലക്കര മണ്ഡലമാണോ? അതെ. വോട്ട് ചെയ്യണ്ടേ? വോട്ട് ഇനിയിപ്പോൾ 3 ദിവസം കൂടി ഉള്ളൂ. അതെ. എന്താണ് തോന്നുന്നത്? എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ? എന്താ പ്രദീപിൻ്റെ തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ പോട്ടെ. ചേട്ടാ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളൊക്കെ? ഈ മണ്ഡലം തന്നെ? അതെ, ചേലക്കര നിയോജക മണ്ഡലമാണ്. ഇവിടെ UDF ജയിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. തിരിച്ചു വരും, ഉറപ്പാണ്. പക്ഷേ ചേട്ടാ, ഇത്തവണ UDFിലെ കൈപ്പത്തി ചിഹ്നം ഇല്ല എന്നുള്ളത് ഒരു തിരിച്ചടി ആവില്ലേ? ഇവിടെ ഒരുപാട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഈ ചേലക്കര നിയോജക മണ്ഡലത്തിൽ തന്നെ മുന്നേ ജയിച്ചു പോയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ CPMൻ്റെ അധികാരികനായിട്ടുള്ള മുഹമ്മദ് കുട്ടി മാസ്റ്റർ പറഞ്ഞ ആൾ ഞങ്ങളുടെ ഡിവിഷനിൽ അവർ CPMൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ഇപ്പോൾ അവിടെ നിന്ന് ബൾബിൽ നിന്നിട്ടാണ് ജയിച്ചത്. ചിഹ്നം ഇവിടെ നേരത്തെ ജനങ്ങൾക്കൊരു പ്രശ്നമല്ല. ഗ്യാസും കുറ്റി ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ്. CN വീട്ടിൽ ജയിക്കും. പക്ഷേ ചേട്ടാ, ഈ പ്രായമായ ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ അവരെ കൊണ്ട് വോട്ട് ചോദിക്കുമ്പോഴേ അവർ ഈ പേര് നോക്കിയിട്ടായിരിക്കില്ല, ചിഹ്നം നോക്കിയിട്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു ചോദ്യം ഉണ്ടാവില്ല, അയ്യോ ഇതിനകത്ത് കൈപ്പത്തി എവിടെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അത് ഞങ്ങൾ വീടുകളിൽ കയറുമ്പോൾ കൃത്യമായിട്ട് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ചിഹ്നം അടക്കം ബാലറ്റിൻ്റെ മോഡലടക്കം പോയിട്ട് ജനങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ അവർ അവബോധരാണ്. ചേട്ടാ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണം മാറി വരണം. ഇപ്പോഴുള്ള ആൾക്കാർ പ്രതിപക്ഷത്തിൽ ഇരിക്കുകയാണ് നല്ലത്. എന്നിട്ട് ഭരണം മാറിയിട്ട് ആര് ഭരണം? അല്ലെങ്കിൽ ബംഗാളുമാരി അവതരിക്കും. 33 കൊല്ലം ബംഗാൾ ഭരിച്ച് ലാസ്റ്റ് ഒന്നും കിട്ടാതെയായി. അപ്പം ഇവർ പ്രതിപക്ഷത്തിൽ ഇരിക്കുക നല്ലത്. ഗ്യാസും കുറ്റിയൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും. ST സമ്മാനം ഇതോടെ കഴിഞ്ഞു. ചേലക്കര പഞ്ചായത്തിൽ 30 കൊല്ലമായി. ഇനി ലീഗിൻ്റെ സീറ്റ് അവിടെ വരുള്ളൂ.
അപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഭരണം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട്, അതല്ല ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നമുക്ക് കുറേ പേരെ കാണാം. ബസ്സിനകത്തൊക്കെ ആളുകളുണ്ട്, പക്ഷേ ആ ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കയറാൻ പറ്റില്ല, എവിടെയെങ്കിലുമൊക്കെ പോയി ഇറങ്ങേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ കാത്തിരിക്കുന്ന ആളുകളുടെ അടുത്ത് തന്നെ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ ചോദിക്കാം. ചേട്ടാ, തെരഞ്ഞെടുപ്പൊക്കെയാണ്, ചേലക്കര മണ്ഡലമാണല്ലോ, എങ്ങനെയാണ് പ്രതീക്ഷകളെ? ഇവിടെ ഇപ്പോൾ BJP നല്ലൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്, പക്ഷേ കോൺഗ്രസിൻ്റെ അവർക്കൊരു നിലപാടില്ലായ്മ അത് BJPക്ക് വീണ്ടും ചേലക്കര മണ്ഡലത്തിൽ ഒരു മുന്നേറ്റം കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മൂന്ന് മുന്നണികളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ, തിരഞ്ഞെടുപ്പിനെ കാണുന്നതല്ല, നമ്മളിപ്പോൾ ഏതു മുന്നണിയിൽ ജയിച്ചാലും ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കുറച്ച് വികസനങ്ങളുണ്ടല്ലോ. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ വാഗ്ദാന പരിപാടി ചെയ്യുന്നുണ്ട്. അത് 5 വർഷത്തിന് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ കുറച്ച് വാക്കുകൾ മാറ്റി ചെയ്യാന്നല്ലാതെ കുറച്ച് അത് വരുന്നില്ല. ഇവിടെ വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ വേണം, അതേപോലെ തന്നെ ഇവിടെ ഒരു RTO ഓഫീസ് വേണം, പിന്നെ ഇവിടെ KSRTC ഡിപ്പോ. അത് വർഷങ്ങളായിട്ട് അനുഭവിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നൊരു 15 വർഷം മുമ്പ് അനുഭവിച്ചിട്ടില്ല. സ്ഥലത്തിൻ്റെ പരിമിതി പോലെ ആയിരിക്കാം, അതൊക്കെ വേണ്ടതാണ്. വൈകുന്നേരം ഒരു 8:30 ശേഷം ചേലക്കരയ്ക്ക് ബസ്സില്ല. പിന്നെ ഇവിടെ വേറെ അടിസ്ഥാനപരമായിട്ട് വേറെ എൻ്റർടൈൻമെൻറ്റ്സ് ഇല്ല. പിന്നെ ജനങ്ങൾക്ക് വേണ്ട പാർപ്പിടം, വെള്ളം, പിന്നെ റോഡ്. ഈ റോഡ് പറഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ അവസാന സമയത്തൊക്കെയാണ് ഈ റോഡിൻ്റെ ടാറിങ് നടക്കുന്നത്. പക്ഷേ അത് അതിൻ്റേതായ ഘട്ടങ്ങളിൽ തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ, ജനങ്ങൾ വണ്ടി ഓടിച്ച് നടുവൊടിഞ്ഞ അവസ്ഥയിലാണ് ഇതൊക്കെ ടാറിങ് ചെയ്യുന്നത്. കുടിവെള്ളം ആ വേനൽക്കാലത്ത് മാത്രം കുറച്ച് വണ്ടികളിൽ വെള്ളം എത്തിക്കുക എന്നല്ലാതെ ശാശ്വതമായിട്ട് പരിഹാരമില്ല. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു 3.5 ഏക്കറിലൊരു കുളമുണ്ട്, ചന്ദ്രപുഷ്കരണി കുളം എന്ന് പറയാം. അത് കുറേ വർഷങ്ങളായിട്ട് പായലും പോയിട്ട് പിടിച്ച് കിടക്കുകയാണ്. ജനങ്ങൾ ഉപയോഗിക്കുന്നതാണ്, റോഡ് പണിക്കാണെങ്കിൽ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ആ ഒരു വെള്ളത്തിൻ്റെ സ്രോതസ് കൊണ്ട് ചുറ്റുവട്ടത്തുള്ള എല്ലാ ആൾക്കും വെള്ളം ഉപയോഗിക്കാം. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈയും മാറി വരുന്ന ഒരാളും ചെയ്തിട്ടില്ല. ഇതിനിടയ്ക്ക് 2-3 കമ്മിറ്റിക്കാരത് ഏറ്റെടുത്തു, എന്തൊക്കെയോ ചെയ്തു. എന്നാലും സർക്കാർ സംവിധാനത്തോടോ അല്ലെന്നാലും പഞ്ചായത്ത് സംവിധാനത്തോടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് വേണ്ടത്. അപ്പം നമുക്ക് കുറേ വികസനം പേപ്പറിലൂടെ നവമാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് കാണുന്ന രീതിയിലായിരിക്കും. സ്കൂളും കോളേജിൻ്റെയും കെട്ടിടങ്ങൾ വേണം, റോഡും വേണം എന്ന് മാത്രമല്ല, അതല്ലാതെ അടിസ്ഥാനപരമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് ജനങ്ങളുടെ അവകാശമാണ്, അത് നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. ഔദാര്യമായിട്ട് തരികയല്ല വേണ്ടത്. അതെ, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട്, അത് നടപ്പിലാക്കേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്, ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രം അറിയേണ്ടതുണ്ട്, ആർക്കും ജനങ്ങൾ നിൽക്കുമെന്നൊക്കെ അറിയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.